ഒരു പ്രത്യേകത ഉണ്ടെന്ന് വീഡിയോ എന്താ പറഞ്ഞത്? അത് പ്രമാണിച്ച് നമ്മുടെ വീഡിയോയിൽ അത്യാവശ്യം ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൊരു ഗിവ് അവേ ഇൻട്രോഡ്യൂസ് ചെയ്യാനുണ്ട്. എല്ലാ കാറ്റഗറി വണ്ടികളുടെ സ്കൂട്ടേഴ്സും മൈലേജ് വണ്ടികളും എല്ലാം ഉണ്ട്. അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കോ? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കൊടുത്തില്ലേ, ഇനി മുന്നോട്ട് എന്തായാലും കൊടുത്തിരിക്കും. ഫുൾ ബ്ലാക്ക് അത്യാവശ്യം ടിആറിലൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള വണ്ടി ഇതാണ്. എക്സ്ട്രാ വർക്ക് അത്യാവശ്യം ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പൊ ഈ പറഞ്ഞ വിലയെന്ന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു ഓഫർ റേറ്റ് കൊടുക്കാം. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വണ്ടിയാണ്. പിന്നെ ഇഷ്ടം പോലെ നമുക്ക് കൂടാതെ നമുക്ക് വണ്ടിയുടെ സ്റ്റോക്കും ഉണ്ട്. രണ്ടും ഏകദേശം ഒരു 20,000 താഴെയാണ് ഓടിയിട്ടുള്ളൂ. ഇത് നമുക്കൊരു 28 രൂപ കൊടുത്തേക്കാം. മൈലേജ് കിങ്സ് 1, 2, 3, 4, 5 വെറും 10,000 ഡൗൺ പേയ്മെന്റിൽ ഏകദേശം 80 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി 32,000 രൂപ ഗ്രാസ് ചെയ്യണ്ട. ഇത് നമുക്കൊരു 20 രൂപ ഡൗൺ പേയ്മെന്റിലേക്ക് ഇറക്കാം. വണ്ടി വന്ന് ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് നമ്മളത് ക്ലിയർ ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ജൂപ്പിറ്റർ അല്ലേ? ജൂപ്പിറ്റർ 125 സ്കൂട്ടർക്ക് ഏകദേശം ഒരു 15-20 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാൻ പറ്റുന്ന. ബ്ലൂവും വരുന്നുണ്ട്, റെഡും വരുന്നുണ്ട്. ബ്രാൻഡ് ന്യൂ ജൂപ്പിറ്റർ 4000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വെറും 20,000 രൂപക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. ജാവ ഇരിക്കുന്നുണ്ട്. ജാവ 42 സ്പെഷ്യൽ കളറാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം. വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം D7 മോട്ടോ ഹബ് അല്ലേ? എന്റെ ഒപ്പം വീഡിയോയിലുള്ളതും അജാസ് ബ്രോയാണ്. അപ്പൊ രണ്ട് അജാസ് തമ്മിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വീഡിയോ എന്താ പറഞ്ഞത്? ഇന്നിപ്പോ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആണ്. നമ്മുടെ D7 മോട്ടോ ഹബ് ഏകദേശം 1 വർഷം തികയാണ്. അപ്പൊ അത് പ്രമാണിച്ച് നമ്മുടെ വീഡിയോയിൽ അത്യാവശ്യം ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൊരു ഗിവ് അവേ ഇൻട്രോഡ്യൂസ് ചെയ്യാനുണ്ട്. ഗിവ് അവേ എന്താണെന്നുള്ള നമ്മ വീഡിയോ ലാസ്റ്റ് നമുക്ക് പറയാം. നമ്മൊരു കിടിലൻ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയില് തൃക്കാക്കര ടെമ്പിളിന്റെ തൊട്ടടുത്തല്ലേ? തൃക്കാക്കര ടെമ്പിൾ തൊട്ടുള്ള D7 മോട്ടോ ഹബ് എന്ന പേര് വരുന്നത്. അപ്പൊ ഇഷ്ടംപോലെ കളക്ഷൻസും കാര്യങ്ങളുണ്ട്. നമുക്ക് അകത്തേക്ക് പോയി കാണാം. വാ. ഏകദേശം 1-2 മാസം വന്നിട്ട്, അതുകൊണ്ട് തന്നെ എല്ലാ കളക്ഷൻസും മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പുതിയ സ്റ്റോക്കാണ്. അപ്പൊ നമ്മുടെ വീഡിയോയിൽ പുതിയ ഉള്ളിലല്ലേ വരുന്നത്? അതെ, പുതിയ ആളെ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തില്ല. പുതിയ ആളെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ഇവര് 2 പാർട്ട്നേഴ്സ് ആണ്. അപ്പൊ ഈ നിൽക്കുന്ന പുള്ളിയാണ് വരാറ്. പക്ഷെ പുള്ളിക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്താ ഞാൻ പറയണോ? വേണ്ട. അപ്പൊ നമുക്ക് ഈ പുള്ളിയായിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാം. അപ്പൊ മേക്ക് തന്നെ കൊടുക്കായിരുന്നു നമുക്ക്. തീർച്ചയായിട്ടും. ആ മേക്ക് കൊണ്ട് വരും. കണ്ണട. ഓക്കെ, ആയിട്ടോ. അപ്പൊ ഓക്കെ, ആള് തിരക്കായിട്ട് പോയല്ലേ? ശരി, പൈ പറഞ്ഞു പോടാ രണ്ടുപേരും. അപ്പൊ ഷെഫീഖ് ബ്രോ, എങ്ങനെയാണ് കാര്യങ്ങള്? അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ ഒരു ഗീവ് അവേ കാര്യങ്ങളുണ്ട്. നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പൊ അത്യാവശ്യം കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഏകദേശം ഒരു 100-150 വണ്ടികളുണ്ട്. എല്ലാ കാറ്റഗറി വണ്ടികളുടെ സ്കൂട്ടേഴ്സും മൈലേജ് വണ്ടികളും എല്ലാം ഉണ്ട്. അത്യാവശ്യം ഓഫീസും കാര്യങ്ങളും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കോ? തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കൊടുത്തില്ലേ, ഇനി മുന്നോട്ട് എന്തായാലും കൊടുത്തിരിക്കും. എപ്പോ ഓഫീസാണ്? ഏകദേശം 1 വർഷം കൊണ്ട് നമ്മൾ ഏകദേശം 1000-ഓളം വണ്ടികൾ വിറ്റിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്രത്തോളം ട്രസ്റ്റഡ് കസ്റ്റമേഴ്സ് ഉള്ള ഷോറൂമാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയിട്ടാണെങ്കിലും നമ്മുടെ പേജ് കൂടി ആണെങ്കിലും ഓൾ കേരള നമുക്ക് അത്യാവശ്യം എൻക്വയറീസ് ഉണ്ട്. അതേപോലെ നമ്മളെ വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്തിട്ട് ആളുകൾ വണ്ടി കാണാതെ തന്നെ ഒരുപാട് പർച്ചേസ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഓൾ കേരള ഡെലിവറി കൊടുക്കുന്നതാണ് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ശരി, അപ്പൊ നമുക്ക് വണ്ടി പരിചയപ്പെടാം. MT ഏതാ മോഡല്? ഇത് നമുക്ക് 2024 മോഡല്, വെറും 14,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. എന്ത് വില വരും? ഇത് വരുമ്പോൾ നമുക്ക് ഓഫർ റേറ്റിൽ ഒരു 1,58 ഫൈനൽ ചെയ്ത് കൊടുത്തേക്കാം. 1,58,000 രൂപയാണ്. 24 മോഡല്, 14,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഏകദേശം ഒരു ഫുൾ ബ്ലാക്ക് അത്യാവശ്യം ടിആറിലൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുള്ള വണ്ടി ഇതാണ്. നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം വർക്ക് എടുത്തിട്ടുള്ള വണ്ടി തന്നെയാണ്. അപ്പൊ ഒന്നും ചെയ്യാനില്ല. ഇല്ല, വണ്ടി എടുക്കുക, അപ്പൊ ഏകദേശം ഒരു 30 രൂപ ഇറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും 30 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കാം. അടുത്ത MT ആണെങ്കിലോ? ഇത് 2021 മോഡല്, സിംഗിൾ ഓൺഷിപ്പ് തന്നെയാണ്. അതുപോലെ KL09 രജിസ്ട്രേഷൻ വരുന്ന മോഡലാണ്. എല്ലാം സർവീസും അത്യാവശ്യം യമഹയെ തന്നെ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ബാക്കും അത്യാവശ്യം നല്ല ടയേഴ്സ് ആണ് കിടക്കുന്നത്. ഇത് നമുക്ക് ഫൈനൽ നമുക്കൊരു 1,28 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1,28,000 വണ്ടി കിട്ടുന്നതാണ്. നിസ്സാര ഡൗൺ പേയ്മെന്റ് ഇറക്കാം. ഹണ്ടർ ഇരിക്കുന്നുണ്ട്. ഇത് 2022 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്, എക്സ്ട്രാ വർക്ക് അത്യാവശ്യം ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇപ്പോ റോയൽ എൻഫീൽഡിന്റെ മിക്കതും സീറ്റ് സിസ്റ്റം ഒക്കെ അത്യാവശ്യം കമ്പനി ഇറക്കുന്നതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് യാത്രാസുഖത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്, ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോങ് റൈഡ് ഒക്കെ പോകുമ്പോൾ അത്യാവശ്യം നമുക്ക് മടുപ്പില്ലാതെ ഓടിച്ചുകൊണ്ട് പോവാം. പിന്നെ ഹാൻഡിൽ ബാർ അത്യാവശ്യം ഹൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഹൈറ്റ് കുറഞ്ഞ വണ്ടിയാണെങ്കിലും കാരിയർ വെച്ചിട്ടുണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ ട്രിപ്പ് പോകാൻ പറ്റിയ വണ്ടി
ബെസ്റ്റ് ആയിട്ട് പോകാം. അപ്പൊ എന്താ വില വണ്ടിക്ക്? ഇത് നമുക്കൊരു 1.45 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 1,45,000 രൂപയാണ്. അപ്പൊ ഈ പറഞ്ഞ വിലയെന്ന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഇത് ഡുക്ക് ചെയ്താ? ഇത് 2023 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 32,000 കിലോമീറ്റർ. ഇത് നമുക്ക് അത്യാവശ്യം പൊട്ടിച്ച് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് തന്നെയാണ്. ആ പൊട്ടിക്കുന്ന റേറ്റ് എത്ര? നമുക്ക് ഫൈനൽ ഒരു 2.50 കൊടുത്തേക്കാം. ഇത് 390 അല്ലേ? 390. 2,50,000 രൂപയാണ്. അപ്പൊ ഒരു 50 രൂപ 50 ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. RS ഇരിക്കുന്നുണ്ട്. ഇത് 2016 മോഡല്. ഇത് നമുക്കൊരു ഓഫർ റേറ്റ് കൊടുക്കാം. ഒരു 50,000 ഒക്കെ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 50,000 രൂപ. നമുക്ക് ഇന്ന് കുറഞ്ഞ വണ്ടി ഏതായിരിക്കണം? നിലവിൽ നമുക്കൊരു റേ ഇസഡ് ആണ് നിലവിൽ കുറവിൽ. 2015 മോഡൽ ഒരു ഏകദേശം 25 രൂപ ബഡ്ജറ്റിലേക്ക് നമുക്ക് കൊടുക്കാം. 25,000 രൂപ വണ്ടി ഉണ്ട്, നമുക്ക് കാണിക്കുന്നതായിരിക്കും. അപ്പൊ അടുത്ത വണ്ടി വീണ്ടും ഒരു RS ഇരിക്കുന്നുണ്ട്. ഇത് 2022 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്, BS6, 14,000 കിലോമീറ്റർ. ഇത് നമുക്കൊരു 1.38 കൊടുക്കാം. 1,38,000. അതെ അതെ. ഒരു 20,000 25,000 ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊണ്ടുപോകാവുന്ന വണ്ടിയാണ്. ഡൗട്ട് വെക്കേണ്ട, ഏകദേശം 1,00,000 രൂപ എത്ര വരും എന്ന് പറയാൻ പറ്റുമോ? ആൾക്കാർ ഏകദേശം 1 ലാഖിനൊക്കെ ഒരു 4,000-4,500 EMI വരും. ഏകദേശം വരും. ഏകദേശം വരും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. ചിലർ ഡൗട്ട് വെക്കൊണ്ട് പറഞ്ഞാണ്. അടുത്തത് NS 125. NS 125 2021 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ, 32,000 കിലോമീറ്റർ. ഫ്രണ്ടും ബാക്കും പുത്തൻ ടയറാണ്. നിലവിൽ എല്ലാം മെക്കാനിക് സൈഡൊക്കെ പക്കിയായിട്ടിരിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിനകത്ത്. ഇത് നമുക്ക് ഫൈനൽ ഒരു 65 രൂപ കൊടുത്തേക്കാം. 65. അതെ അതെ. 2021 മോഡൽ. നമുക്ക് 2010 ഏത് വർഷം മുതൽ കിട്ടും ഇപ്പൊ ഫിനാൻസ്? നമുക്കിപ്പോ 2016 തൊട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ട്. അത്യാവശ്യം പെട്ടെന്ന് വൺ ഡേ അപ്രൂവൽ ഒക്കെ കിട്ടണമെങ്കിൽ ഒരു 2019 മോഡലോട്ടാണ് ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആയത്. ഓക്കെ. അപ്പൊ ഇതിന്റെ വണ്ടി 50 രൂപ എത്ര പറഞ്ഞ? നമുക്ക് 65 രൂപ. 65,000 ആണ് പറഞ്ഞത്. അടുത്ത് വീണ്ടും NS 2017 മോഡല്, സിംഗിൾ ഓൺഷിപ്പ്. ഇത് നമുക്കൊരു ഏകദേശം ഒരു 60 രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം. 60,000 200 ആണ്. 200. വില കുറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ 60,000 ആണ് വണ്ടിയുടെ വില വരുന്നത്. അടുത്ത RTR 2022 മോഡൽ 200 4V. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വണ്ടിയാണ്. തിളങ്ങണ വണ്ടി. അതെ 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 അതെ. ആ വണ്ടിയുടെ വില എത്രയാണ്? ഇത് എടുക്കുന്നവർക്ക് ഒരു മൊബൈൽ ഹോൾഡറും കൂടി എക്സ്ട്രാ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഇത് നമുക്ക് ഏകദേശം ഒരു 90,000 റുപ്പീസിനൊക്കെ കൊടുക്കാം. 90,000 രൂപ, 1,00,000 താഴെ വരുന്നത്. ഈ NS പുതിയതാണോ? NS പുത്തൻ NS 2024 മോഡല്, സിംഗിൾ ഓൺഷിപ്പിൽ, 16,000 കിലോമീറ്റർ, BS6 വരുന്ന മോഡലാണ്. പക്ക കണ്ടീഷൻ. ഇത് നമുക്കൊരു 1.45 ഫൈനൽ ചെയ്ത് കൊടുക്കാം. 20 രൂപ 25 രൂപ ബഡ്ജറ്റ് ഒക്കെ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ആധാറും പാൻ കാർഡും. ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോൺ നമ്പർ ആയിട്ട് പോരുക, നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫോൺ നമ്പർ എന്തിനാ? ഫോൺ നമ്പർ നമുക്ക് മറ്റേ ആധാറായിട്ട് ലിങ്ക് ആണ്. ആധാറായിട്ട് ലിങ്ക് ആയിട്ട് ഫോൺ നമ്പർ ആണ് ഉദ്ദേശിച്ചത്. OTP വരും കേട്ടോ. അതെ. ഓക്കെ. അടുത്തത് പൾസർ 220 2023 മോഡലാണ്. 2023 മോഡല്, 30,000 കിലോമീറ്റർ. നമുക്ക് ഏകദേശം ഒരു 1.20 ആ ബഡ്ജറ്റിലേക്ക് കൊടുക്കാൻ പറ്റുന്ന. 20 രൂപ അടച്ചാൽ മതിയാവും. പിന്നെ 1,00,000 പുഷ്പം പോലെ ലോൺ. ഓക്കെ. അടുത്ത വീണ്ടും 125 പൾസർ 125 2023 മോഡൽ. 23 മോഡൽ. അതെ അതെ. ഇത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 25,000 കിലോമീറ്റർ. നമുക്ക് ഏകദേശം ഒരു 68 രൂപ ബഡ്ജറ്റേ വരുന്നുള്ളൂ 2023 മോഡൽ വണ്ടിക്ക്. ഓക്കെ. നല്ല വണ്ടിയാണല്ലേ? അതെ അതെ. ഓക്കെ. അടുത്തത് വീണ്ടും ഇഷ്ടംപോലെ ബൈക്ക് പിന്നെ ഇഷ്ടം പോലെ നമുക്ക് കൂടാതെ നമുക്ക് വണ്ടികൾ സ്റ്റോക്കും ഉണ്ട്. നമുക്ക് മൈലേജ് വണ്ടികളാണ്. സ്പ്ലെൻഡർ 2023 എക്സ്റ്റെക് ആണ്. രണ്ട് മോഡലും എക്സ്റ്റെക് മോഡലാണ്. രണ്ടും ഏകദേശം ഒരു 20,000 താഴെയാണ് ഓടിയിട്ടുള്ളൂ. ഏകദേശം ഒരു 80 ഒക്കെ നമുക്ക് മൈലേജ് കമ്പനി പറയുന്ന വണ്ടിയാണ്. വെച്ചാൽ ഇപ്പൊ സാധാ സ്പ്ലെൻഡറിനേലും i3 സ്മാർട്ടിനേലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഒക്കെ വരുന്ന മോഡലാണ്. ഇതൊക്കെ നമുക്ക് വെറും 75 രൂപ കൊടുത്തു. 75 ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ്. അടുത്ത വീണ്ടും RTR 160 4V വരുന്നത് 2022-23 രജിസ്ട്രേഷൻ വരുന്ന മോഡൽ. ഇത് ഏകദേശം 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്കൊരു 85 രൂപ കൊടുത്തേക്കാം. 85. ഇത് കൊള്ളാലോ. റൈഡർ TVSന്റെ റൈഡർ ഇപ്പോഴും അത്യാവശ്യം നമ്മുടെ സൂപ്പർ സ്കോഡ് എൻഡോർക്കിന്റെ ഒക്കെ ഒരു ഇതിൽ വരുന്ന മോഡലാണ്. എൻഡോർക്കിന്റെ മോഡൽ ഇവര് റൈഡർ ഇറക്കി. അതെ അതെ. സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് സൂപ്പർ സ്കോഡ് എഡിഷൻ. ഏതാ മോഡൽ? ഇത് 2024 ഡിസംബർ. അതെ അതെ. എത്ര ഓടി ഉണ്ടാവും? ഇത് നിസ്സാരം 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് നിസ്സാരം 83 രൂപ വരുന്നുള്ളൂ. 83,000 രൂപ. ഏകദേശം 15 രൂപ മതി. പിന്നെ 15 രൂപ പുഷ്പം പോലെ ഇറക്കാം. അടുത്ത വീണ്ടും സ്പ്ലെൻഡർ 2025 മോഡല് HF ഡിലക്സ്. നമ്മളെ സ്പ്ലെൻഡറിനോടൊക്കെ തന്നെ താരതമ്യം നിൽക്കുന്ന ഒരു മോഡലാണ്. തോന്നി. അതെ അതെ. എന്ത് വില വരും? ഇത് നമുക്ക് 80 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 80,000. വീണ്ടും റൈഡർ ഉണ്ടല്ലോ. റൈഡർ മഞ്ഞക്കിളി എന്ത് വില വരും? 2024 മോഡൽ തന്നെ 30,000 കിലോമീറ്റർ. ഇത് നമുക്കൊരു 78 രൂപ ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഇതാണെങ്കിൽ ഷൈൻ ഇത് 2013 മോഡല് 22,004 കിലോമീറ്റർ ആണോ?
ജെന്യൂൻ ആണ്. കാരണം കസ്റ്റമർ ഇതൊരു ഫ്ലാറ്റിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. പുള്ളിക്കാരൻ അത് ഉപയോഗിക്കലുണ്ടായില്ല. വേറെ വണ്ടി ഉണ്ടാവും. പുള്ളിക്കാരന് വണ്ടിയുണ്ട്, കാറും ഒക്കെ ആയിട്ടാണ്. അപ്പോ എന്താ നമ്മുടെ വില വരുന്നത്? ഇത് നമുക്കൊരു 28 രൂപ കൊടുത്തേക്കാം. 28,000 രൂപ ബൈക്ക് സൊമാറ്റോ ഓടാനൊക്കെ ആയിട്ട് ബെസ്റ്റ് ആണ്. ഒരു 30,000 താഴെ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ബൈക്ക് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അടുത്തത് മൈലേജ് കിങ്സ് 1, 2, 3, 4, 5 ഇനി അപ്പുറത്ത് അറിയില്ല. അപ്പൊ ഈ സിറ്റി 110 X രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട്. 2022 ഇരിക്കുന്നുണ്ട്, 2023 ഇരിക്കുന്നുണ്ട്. വെറും 5 രൂപ വ്യത്യാസം രണ്ടും തമ്മിലുള്ളൂ. ഇത് 55 രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഇറക്കാം, ഒരു 60 രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഇറക്കാം. കിലോമീറ്റർ എത്ര? 25,000 കിലോമീറ്റർ. ഇത് നമുക്ക് ഇതിന്റെ മീറ്റർ റീപ്ലേസ് ആണ്. ഇത് നമുക്ക് ഇപ്പൊ നിലവിലിരിക്കുന്നത് 265 കിലോമീറ്റർ ആയിട്ടാണ് ചോദിച്ചത്. അതായത് മീറ്റർ പറയുന്നുണ്ട്. വില എത്ര പറഞ്ഞോ? ഇത് 55 രൂപ, ഇത് 60 രൂപ കൊടുക്കാം. 10,000 ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാം. വെറും 10,000 ഡൗൺ പേയ്മെന്റിൽ ഏകദേശം 80 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി. 80 കൂടുതൽ കിട്ടുന്നു. പിന്നെ തീർച്ചയായിട്ടും. അടുത്ത പ്ലാറ്റിന നമുക്ക് 110 വരുന്നുണ്ട്. ഡിസ്ക് വരുന്ന മോഡല്, ഡിസ്ക് ഉള്ള മോഡൽ, ഡീറ്റെയിൽ മീറ്റർ കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ. ഇത് 2023 മോഡലാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് 60 രൂപ ഉള്ളൂ. വെറും 60,000 രൂപ. പിന്നെ 2024 മോഡല്, നിസ്സാര കിലോമീറ്റർ, 9,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. 2024 പ്ലാറ്റിന 100. ഇത് നമുക്കൊരു 70 രൂപ നമുക്ക് കൊടുക്കാം. പിന്നെ അതേപോലെ 2,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പ്ലാറ്റിന, ഇതും നമുക്ക് 70,000 രൂപ കൊടുക്കാം. 2024. പിന്നെ ഒരു അവഞ്ചർ 16 മോഡലാണ് വണ്ടി. 16 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, 27,000 കിലോമീറ്റർ. എന്ത് വില വരും? ഇത് നമുക്കൊരു 34 30 രൂപ ഫൈനൽ കൊടുക്കാം. 30 രൂപ കൊടുക്കാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഷൂട്ട് ചെയ്യാൻ കുറച്ച് കണ്ടസ്റ്റഡ് ആണ്. ഇങ്ങനെ പോയാലോ? നമുക്ക് ഇങ്ങനെ പോവാം. ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇങ്ങനെ വേണം. ബാക്കിൽ നിന്ന് ഫ്രണ്ട് ചെയ്താ ഇങ്ങനെ പോവാം. ഓക്കെ, ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഏതാ വണ്ടി? ഇത് 2018 മോഡൽ ഗ്രാസിയ. 38 രൂപ കൊടുക്കാം. 38,000 രൂപ ഗ്രാസിയ ഉണ്ട് കേട്ടോ. 38,000 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ മിറർ കൊടുക്കും. മിററൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, എല്ലാം സ്റ്റോക്കാണ്. അടുത്തത് പിന്നെ 2020 മോഡല് ലിമിറ്റഡ് എഡിഷൻ. നമുക്ക് ഇതൊരു 55 രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം. 55,000 രൂപ. പിന്നെ 15 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. വീണ്ടും ഇത് 2023 ആക്റ്റീവ് 125. ഇത് ഏകദേശം നമുക്കൊരു 83 രൂപ ബഡ്ജറ്റ് വരുന്നുള്ളൂ. ഈ പെപ്റ്റ ഇത് 2020 മോഡൽ സ്കൂട്ടി പെപ്റ്റ്. ഇത് നമുക്കൊരു 45 രൂപ കൊടുക്കാം. 45. പിന്നെ ജിക്സർ SF 2019-20 രജിസ്ട്രേഷൻ വരുന്ന മോഡൽ. ഇത് നമുക്കൊരു 65 രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം. എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഇത് നമുക്കൊരു 20 രൂപ ഡൗൺ പേയ്മെന്റിലൊക്കെ ഇറക്കാം. ബാക്കിലുള്ള ഒരു ബ്ലാക്ക് ഇത് നമുക്ക് ആക്റ്റീവ 2017 മോഡൽ 38 രൂപ. ബ്ലാക്ക് കളർ അല്ലേ? ബ്ലാക്ക് കളർ. അടുത്ത വൈറ്റ് 2019 മോഡൽ ആക്റ്റീവ. ഇത് നമുക്കൊരു 48 രൂപ കൊടുത്തേക്കാം. അത് TVS 2022 മോഡൽ 65 രൂപ. FC 2022 മോഡൽ വെർഷൻ 3 ആണ്. ഇത് നമുക്കൊരു ഫൈനൽ റേറ്റ് എന്നുള്ള രീതിയിൽ ഒരു 84 കൊടുക്കാം. ഫൈനൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ കുറച്ച് കൊടുക്കണം കേട്ടോ. എന്നാലും നിങ്ങളുടെ പേര് പറയാൻ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ആണ്. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ അടുത്തത് FC. ഇതും 2022 മോഡൽ 84 രൂപ. 84,000 രൂപ. എന്ന് വെച്ചാൽ ഈ വണ്ടി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വില കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ പണിയേണ്ട ഒരു അവസ്ഥ വരില്ല. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു മെക്കാനിക് ഉള്ളത് കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി ബേസിലാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ആദ്യം നമുക്ക് കുറച്ച് വാറണ്ടീസ് അതൊക്കെ ഇപ്പോഴും ഇല്ലേ? ഇപ്പോഴും നമ്മൾ ഈ പ്രസ്ഥാനം നിലനിർത്തി കൊണ്ടുപോകുന്ന അത്രയും നാളെ നമ്മൾ ആ ഒരു വാറണ്ടി ഏകദേശം ഒരു കിലോമീറ്റർ കണക്കല്ല. ഇപ്പൊ ബേസ് ഒരു 100 കിലോമീറ്റേഴ്സോ ഒരു 150 കിലോമീറ്ററോ നമ്മളൊരു വാറണ്ടി കൊടുക്കുന്നതിലൊരു വസ്തുത ഇല്ല. കാരണം വെച്ചാൽ ഇപ്പൊ ഒരു എഞ്ചിൻ പരമായിട്ടാണെങ്കിലും ബാക്കി എന്തിനെ പറ്റിയാണെങ്കിലും ഒരു നമുക്കൊരു ഇത് കിട്ടണമെങ്കിൽ ഒരു എങ്ങനെ പോയാലും ഒരു 500 കിലോമീറ്റർ മേളിലൊക്കെ ഓടണം. ഓടിയാലാണ് വണ്ടിയുടെ അതെ എന്നാലാണ് നമുക്ക് വണ്ടീനെ പറ്റി എന്തൊക്കെ കംപ്ലൈന്റ്സ് ഉണ്ട് എന്നുള്ളത് തുറന്ന് പുറത്തേക്ക് ഓരോന്ന് വരും. ബോഡി പോലെ തന്നെ നമ്മുടെ ശരീരം പോലെ തന്നെ ഓരോന്ന് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോന്ന് വരുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഒരു മാസം നമ്മൾ ഫുൾ വാറണ്ടി നമ്മൾ ചേസിനും എഞ്ചിനും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റമർ ഇപ്പോൾ ഓൾ കേരള അവർക്ക് വിശ്വസിച്ച് വന്ന് എടുക്കാം. അതായത് നമ്മൾ ഗ്യാരണ്ടി നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ വണ്ടി കാണാതെ വരുന്നവരും വണ്ടി വന്ന് ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് നമ്മളത് ക്ലിയർ ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. ഒരു വണ്ടിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ 100% നമ്മളെല്ലാം ശരിയാക്കി വെക്കണം നമുക്ക് എല്ലാം പറ്റില്ല. പക്ഷെ എന്തെങ്കിലും മൈനോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ചെക്ക് ചെയ്ത് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് ഇന്നൊരു ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ നമ്മളത് സോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തു വിടുള്ളൂ. അതുകൊണ്ട് വിശ്വസിച്ച് വണ്ടി എടുക്കാം. അടുത്ത TVS-ന്റെ ജൂപ്പിറ്റർ അല്ലേ? ജൂപ്പിറ്റർ 125 നമുക്ക് 2023 മോഡലിൽ 2 വരുന്നുണ്ട്. വൈറ്റും ഗ്രേയും സെയിം. നമുക്കൊരു 82 രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം. 82. അത് കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലോ 2023
ജൂപ്പിറ്റർ 1 ടൺ ആണ്. ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് ഇറങ്ങുന്ന ഷേപ്പിന് മുമ്പുള്ള മോഡൽ. ഇത് നമുക്ക് ഒരു 70 രൂപ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റും. ഇത് 2014 മോഡല് ജസ്റ്റ് എന്ന് പറഞ്ഞ സ്കൂട്ടിയുടെ തന്നെ 1 ടൺ CC വരുന്ന മോഡലാണ്. ഇത് നമുക്കൊരു 35 രൂപ ബഡ്ജറ്റിൽ കൊടുക്കാൻ പറ്റും. നല്ല വണ്ടിയാണ്. എക്സ്ട്രാ ഫിറ്റിംഗ്സിന്റെ ലേഡീസിനൊക്കെ ആണെങ്കിലും ഓടിച്ച് പഠിക്കാനാണെങ്കിലും എക്സ്ട്രാ ഗ്രില്ലൊന്നും വെക്കണ്ട. ഓൾറെഡി പുതിയ വണ്ടി മേടിക്കുമ്പോൾ ഇതെല്ലാം എക്സ്ട്രാ ആണ്. എക്സ്ട്രാ അത് വരുന്നത്. അടുത്തത് റേസർ 2021 മോഡല് നമുക്ക് സ്ട്രീറ്റ് റാലി വരുന്ന മോഡലാണ്. റേസർ ഡാറിന് ഇപ്പോഴും സ്ട്രീറ്റ് റാലിയാണ് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ട് യമഹ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ വില വരുന്നത്? നമ്മുടെ നമുക്കൊരു 65 രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം. 65 ഏകദേശം ഒരു 15 സ്കൂട്ടർക്ക് ഏകദേശം ഒരു 15-20 തീർച്ചയായിട്ടും നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. ഈ പ്രഷർ ഏതാ മോഡല്? ഇത് 2016 മോഡല്. ഇതാണ് കുറഞ്ഞ വണ്ടി. ഇത് ഇതിലും കുറഞ്ഞ വണ്ടി നമ്മുടെ കയ്യിലുണ്ട്. ഇതെന്താ വില? 32 രൂപ. 32,000 രൂപയാണ്. അടുത്ത് ഡിയോ 2023 മോഡല് 1 ടൺ ആണ്. അത് നമുക്കൊരു 70 രൂപ ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റും. 70,000 രൂപയാണ്. അടുത്തത് എൻടോർക്ക് റേസ് എഡിഷൻ 2023 നമുക്ക് 2 എണ്ണം വരുന്നുണ്ട്. ബ്ലൂവും വരുന്നുണ്ട്, റെഡും വരുന്നുണ്ട്. ഇതിന് രണ്ടിനാണെങ്കിലും നമുക്ക് ഒരു 82 രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം. നെഗോഷ്യബിൾ ആണ്, നമുക്ക് ചെയ്ത് കൊടുക്കാം. 82 എന്ന് പറയുമ്പോൾ 80 രൂപ കൊടുക്കാം. പിന്നെ തീർച്ചയായിട്ടും ഏകദേശം ഒരു 15 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടുത്തത് 2024 മോഡല് എൻടോർക്ക് റേസ് എഡിഷൻ വരുന്നത്. അതെ, അത് നമുക്കും വലിയ വ്യത്യാസമില്ല, ഒരു 85 രൂപ ബഡ്ജറ്റിൽ കൊടുക്കും. അടുത്ത ഫാസിനോ 2024 മോഡല്, അത് നമുക്ക് ഒരു 82 രൂപ ബഡ്ജറ്റിൽ കൊടുക്കാം. 82 രൂപ കൊടുക്കാം. അടുത്തത് ഈ ജൂപ്പിറ്റർ അല്ലേ? ജൂപ്പിറ്റർ ബ്രാൻഡ് ന്യൂ ജൂപ്പിറ്റർ 4000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വെറും 4000 കിലോമീറ്റർ ഓടിയ നല്ല ഫിറ്റിംഗ്സ്, ഗാർഡ്സ് കാര്യങ്ങളൊക്കെ മോഡലാണ്. സിംഗിൾ ഓൺഷിപ്പ് 2025 മോഡല് നമുക്കൊരു 85 രൂപ കൊടുത്തേക്കാം. വെറും 85,000 രൂപ. പുതിയതിന് 110 ഓൺ റോഡ് വരുന്നുണ്ട്. അടുത്ത ഡിയോ DX നമുക്ക് 2019 മോഡല്. 2019 ഏകദേശം 37,000 കിലോമീറ്റർ. അത്യാവശ്യം ഇപ്പോഴും ഫാൻ ബേസ് ഉള്ള മോഡലാണ്. പുതിയ ഷേപ്പിലേക്ക് മാറുന്നതിന് മുമ്പായിട്ടൊരു മോഡൽ ഇറക്കിയായിരുന്നു ആ ഒരു ടൈപ്പ്. ഇത് നമുക്കൊരു കൊടുത്തേക്കാം. അതെ, ഡീറ്റെയിൽ മീറ്റർ ഒക്കെ വരുന്ന ടൈപ്പ്. അടുത്തത് ഇതാണ് നമ്മുടെ ഓഫർ വണ്ടി. 2014 മോഡല്. ഞാൻ 25 പറഞ്ഞത്, നമുക്കൊരു 20 രൂപ കൊടുത്തേക്കാം. അപ്പൊ ഓഫർ വണ്ടി. അതെ, വെറും 20,000 രൂപക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. 2014 മോഡൽ. എത്ര ഓടി ഉണ്ടാവും? ഇതാകെ 35,000 സംതിങ് കിലോമീറ്റർ. നല്ല ക്ലീൻ പീസ് നീറ്റാണ്. നമ്മള് മെക്കാനിക്കൽ സൈഡ് ഒക്കെ പക്ക നോക്കി, കാർബറേറ്റർ ഒക്കെ പക്ക ചെക്ക് ചെയ്തിട്ട് വെച്ചേക്കുന്നത്. ഒരു ചെറിയ വണ്ടി ചെറിയ വിലക്ക് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഓപ്ഷനാണ്. തീർച്ചയായിട്ടും. അടുത്ത റേസർ ഡാർ 2022 മോഡല്. ഒരു മഞ്ഞക്കിളി നമുക്കൊരു 70 രൂപ ബഡ്ജറ്റ് കൊടുക്കാം. 70,000 രൂപ ഈ മഞ്ഞക്കിളി കിട്ടുന്നതാണ്. അടുത്ത ഫാസിനോ നമ്മൾ പറഞ്ഞിരുന്നില്ല. ഇത് 2019 മോഡല്. ഇത് 2019 മോഡല് നമുക്കൊരു 48 രൂപ ബഡ്ജറ്റ് കൊടുക്കാം. 48 അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ ഇവിടെയും കുറച്ച് വണ്ടികൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏതാ സാധനം? ഇത് സിറ്റി 100 2017 മോഡലാണ്. ഇതിപ്പോ വന്നിട്ടുള്ളൂ. കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊന്ന്. വില നിശ്ചയിച്ചിട്ടുണ്ടോ? വില നിശ്ചയിച്ചിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും. ഇത് 2022 മോഡൽ എക്സ്പൾസ് ആണ്. ഇത് നമുക്കൊരു 1.25 ബഡ്ജറ്റിൽ കൊടുക്കാം. 1.25. അപ്പൊ അവർ ഏകദേശം 25 രൂപ ഡൗൺ പേയ്മെന്റ് തീർച്ചയായിട്ടും നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ ജാവ ഇരിക്കുന്നുണ്ട്. ജാവ 42 സ്പെഷ്യൽ കളറാണ്. നമുക്ക് 2020 മോഡൽ. ഇതൊരു ലൈറ്റ് ഗ്രീൻ എന്താ പറയാ, ഒരു പിസ്ത കളർ എന്നൊക്കെ പറയാം. 2019-20 മോഡലാണ്. ഇത് നമുക്കൊരു 90 രൂപ ബഡ്ജറ്റ് കൊടുക്കാം. 90,000 രൂപ. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. അടുത്തത് 2 R15. രണ്ടും V3 ആണോ V4? ഒരെണ്ണം V3 ഉണ്ട്, ഒരെണ്ണം V4 ഉണ്ട്. നടുക്കത്തെ ഏതാ? V4 V3? നടുക്കത്ത് നമുക്ക് V3 ആണ്. 2021 മോഡല്. ഇത് നമുക്കൊരു ഏകദേശം ഒരു 1.20 ബഡ്ജറ്റ് കൊടുക്കാം. 1.20. അപ്പുറത്തുള്ളത് V4 ആണ്. 2022-23 രജിസ്ട്രേഷൻ. അത് നമുക്കൊരു 1.25 ബഡ്ജറ്റ് കൊടുത്തേക്കാം. 1,25,000 രൂപ കൊടുക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ അപ്പാച്ചി ഇരിക്കുന്നുണ്ട്. ഡോമിനോർ 250 ആണ്. 2021 മോഡല്. ഇതിപ്പോ നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 27,000 കിലോമീറ്റർ. ഇതൊരു 1.40 ബഡ്ജറ്റിൽ നമുക്ക് കൊടുക്കാം. 1,40,000 രൂപയാണ്. ഏകദേശം ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടുത്ത പുതിയൊരു RTR 160. 2018-19 രജിസ്ട്രേഷൻ. 18 കണ്ടിട്ട് പുതിയതാന്ന് വിചാരിച്ചു. നല്ല നീറ്റായിട്ട് കൊണ്ടുനടന്നേച്ച വണ്ടിയാണ്. നമ്മുടെ വില എത്ര വരുന്ന? ഇത് നമുക്ക് നിസ്സാരം 50 രൂപ വരുന്നുള്ളൂ. വെറും 50,000 രൂപക്കാണ് ഈ വണ്ടി കൊടുക്കുന്നത്. 2018 മോഡൽ RTR 460 4V ആണ്. വീണ്ടും ഒരു 2023 എക്സ്പൾസ് ഉണ്ട്. ഇത് നമുക്കൊരു 1.30 കൊടുത്തേക്കാം. 1,30,000 രൂപ. സിംഗിൾ ഓൺഷിപ്പ് ആണോ? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. എത്ര ഓടി ഉണ്ടാവും ഏകദേശം? ആകെ 24,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പൊ ഇത്രയും വണ്ടികളാണ് ഉള്ളത്. ഇനി വരാനുണ്ടോ? റാലി ഒരെണ്ണമുണ്ട്. അത് നമ്മള് സർവീസിന് വേണ്ടി കൊടുത്തേക്കാണ്.
ഒരു വൈറ്റ് റാലി ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ സർവീസിന് ഏതാ മോഡല്? അത് 2023 മോഡൽ, 28,000 കിലോമീറ്റർ ഓടിയത്. അത് നമുക്ക് ഏകദേശം ഒരു 1,40 കൊടുക്കാം. 40 കൊടുക്കാം. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു 100ഓളം വണ്ടികൾ നമ്മൾ പരിചയപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് കൂടാതെ കുറച്ച് വണ്ടികളൊക്കെ വരാനുണ്ട്. പിന്നെ അടിയിൽ നമുക്ക് അത്യാവശ്യം വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. വണ്ടി എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവിന് വരുമ്പോൾ എടുത്തു കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുത്തിയറച്ച് വെക്കാത്തത്. അപ്പൊ ഈ കാണുന്ന വണ്ടി അല്ലാതെ ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ സമീപിച്ച് കൊടുക്കാം. തീർച്ചയായിട്ടും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 1 വീക്ക് ഗ്യാപ്പിൽ നല്ല ക്വാളിറ്റി വണ്ടികളെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മളിപ്പോ കച്ചറ വണ്ടികളൊന്നും എടുത്തു തരില്ല. നല്ല വണ്ടികൾ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വണ്ടികൾ എടുക്കുകയും ചെയ്യും. വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ സമീപിക്കാം. തീർച്ചയായിട്ടും ഏറ്റവും ബെസ്റ്റ് റേറ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്യും. ഓൾ കേരള പർച്ചേസ് ഉണ്ടോ? ഓൾ കേരള പർച്ചേസ് ഉണ്ട്. ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ടോ? നമുക്ക് ഡെലിവറി കൊടുക്കുന്നത് ഇപ്പൊ കാസർഗോഡൊക്കെ ആണെങ്കിലും നമ്മള് ട്രെയിനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തേക്കാണെങ്കിലും ട്രെയിൻ അങ്ങനെ ട്രാൻസ്പോർട്ട് ചിലപ്പോ പയ്യന്മാർ വിട്ടിട്ടുള്ള അത് ഓൺ റോഡും കൊടുക്കുന്നുണ്ട്. ചെറിയ ചാർജ് വരുന്നുണ്ട്. ഇപ്പൊ വെച്ചാല് ട്രെയിൻ ആണെങ്കിൽ ഇപ്പൊ വെച്ചാല് ഇപ്പൊ കസ്റ്റമർക്ക് വണ്ടി സേഫ് ആയിട്ട് അവിടെ എത്തുകയും ചെയ്യും. ഇപ്പൊ റോഡുകളിലുള്ള ഒരു ബുദ്ധിമുട്ടും വേണ്ട. അപ്പൊ അവർക്കൊരു മിനിമം ചാർജിൽ ഒരു 500 റുപ്പീസിലൊക്കെ നമുക്ക് കേരളത്തിന്റെ എങ്ങോട്ടും നമുക്ക് നിങ്ങൾക്ക് ഏത് രീതിയിൽ വണ്ടി ഡെലിവറി ചെയ്യണം ആ രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ചെയ്ത്. ഓക്കെ. അപ്പൊ ഓൾ കേരള ഫിനാൻസ്, ഓൾ കേരള ഡെലിവറി, പിന്നെ നമുക്ക് ഇന്ന് പറഞ്ഞ പോലെ ഏകദേശം 20,000 രൂപ മുതൽ വണ്ടികളുണ്ട്. അപ്പോ നമ്മുടെ ഗിവ് അവേയുടെ കേസ് പറയണ്ടേ? തീർച്ചയായിട്ടും പറയാം. അതുകൊണ്ട് അജാസ് ബ്രോ പോയോണ്ട് എന്നോട് പറഞ്ഞു തന്നോണ്ട് ഞാൻ പറയുന്നതാണ്. സംഭവം സെറ്റപ്പ് ആണ്. നമുക്ക് ക്യാഷ് പ്രൈസ് ആണ് കൊടുക്കുന്നത്. ഏകദേശം 3 പേർക്കുണ്ട്. 5,000 രൂപ വെച്ചിട്ട് 3 പേർക്കാണ് നമുക്ക് ആനിവേഴ്സറി ഓഫർ എന്നുള്ള രീതിയിൽ. ആനിവേഴ്സറി അതായത് ഈ മാസം മെയ് 14-ാം തീയതി ആനിവേഴ്സറി ആണ്. അപ്പൊ ആനിവേഴ്സറി ഓഫർ കാണിച്ച് 3 പേർക്ക് 5,000 രൂപ വെച്ചിട്ട് കൊടുക്കുന്നത്. ഏകദേശം അല്ലെ 15,000 കൊടുക്കണം. അതെ, നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ജസ്റ്റ് എന്തെങ്കിലും ഒരു കമന്റ്സോ കാര്യങ്ങളൊക്കെ ഇട്ടാൽ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫുൾ വീഡിയോ ഒരു റീല് നമ്മുടെ ഈ കാണുന്ന അക്കൗണ്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വേഗം ഇൻസ്റ്റാഗ്രാമിൽ കയറാ, ഈ അക്കൗണ്ട്സിൽ പോയിട്ട് ഫോളോ ചെയ്യുക. റൂൾസ് എല്ലാം നോക്കിയിട്ട് കമന്റ്സും കാര്യങ്ങളും ഇടാ. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2026 മെയ് 31-ാം തീയതി രാത്രി വരെയും പങ്കെടുക്കാം. അപ്പൊ നമ്മുടെ പേജിലൂടെ നമ്മൾ എല്ലാവരുടെയും ഈ സെലക്ട് ചെയ്ത 3 പേരുടെ അക്കൗണ്ടിലോട്ട് നമ്മൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇവരായിട്ട് ചെയ്യുന്ന ആദ്യത്തെ ഗിവ് അവേ ആണ്. അപ്പൊ ഇനിയും വരും ഗിവ് അവേ വരുന്നതാണ്. ഇവര് ഇതിനു മുമ്പ് ഒരു ബൈക്ക് കൊടുത്തിട്ടുണ്ട്, GT കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യൂസ്ഡ് ബൈക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് മലപ്പുറത്തുള്ള പയ്യനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലെ? തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ 100% ചെയ്തിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയും അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ അക്കൗണ്ട്സിൽ ഉണ്ടാവും, പോയി കാണാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളത് ഷെഫീഖ് ബ്രോ. ഷെഫീഖ് ബ്രോയുടെ ഫസ്റ്റ് വീഡിയോ ആണെങ്കിലും എന്നെ കാട്ടി സ്കോർ ചെയ്തിട്ടുണ്ട് പുള്ളി. ഞാൻ വിട്ടുകൊടുത്തേക്കാണ്, പുള്ളിനെ അങ്ങനെ അഴിച്ചു വിട്ട്. അപ്പൊ ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയില് പൈപ്പ് ലൈൻ റോഡല്ലേ ഇത്? പുക്കാട്ടൂർ റോഡില് തൃക്കാക്കര അമ്പലത്തിന് തൊട്ടടുത്താണ് ഷോറൂം വരുന്നത്. D7 മോട്ടോ ഹബ് എന്ന പേര് വരുന്നത്. പിന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇവിടെ എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ വിളിക്കുന്ന കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. രാവിലെ ഏകദേശം ഒരു 10 മണിക്ക് നമ്മളൊരു 10 ടു ഈവനിങ് ഒരു 8 മണി വരെ. സൺഡേ ഓപ്പണിംഗ് ആണോ? സൺഡേ ഓപ്പണിംഗ്. ഓക്കെ. ചില ഷോറൂം സൺഡേ തുറക്കാറില്ല. അപ്പൊ സൺഡേ വന്നിട്ട് വണ്ടി എടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ കൊടുത്താലോ? ഓക്കെ, ബൈ. യെസ്.